ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ ആരും പിന്നിലായിരുന്നില്ല. 2004 ലോക്സഭാ ഇലക്ഷനിൽ കടുത്ത പരാജയം UDFനുണ്ടായി. 2004 ചന്ദ്രഗിരിയിൽ CP സൈദലവി എഴുതിയ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള വിമർശന പരമ്പര പിന്നീട് പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ പേര് ജമാഅത്തെ ഇസ്ലാമി ഒരു ചെളിയും പുരളാത്ത വിശുദ്ധ നെയ്യ് എന്നാണ്. അതിന് ആമുഖം എഴുതിയിരിക്കുന്നത് മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ്. സോളിഡാരിറ്റിയെ ഏറ്റവും കൂടുതൽ വിമർശിച്ച് പ്രസംഗിച്ചത് മുസ്ലിം ലീഗിൻ്റെ KM ഷാജി ആയിരുന്നു. അദ്ദേഹം സോളിഡാരിറ്റിക്കെതിരെയുള്ള നിരവധി പ്രസംഗങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിരുന്നു. പിന്നീടാണ് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. രാഷ്ട്രീയം നിൽക്കുന്ന കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. ദൈവിക ഭരണം സ്ഥാപിക്കുക എന്ന ആശയത്തിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുകയും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ അവർ ആശയപരമായ ചോദ്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നു.